ക്രിക്കറ്റ് ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കഴിഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. മത്സരത്തിൽ ഇന്ത്യയോട് ഒന്ന് പൊരുതാൻ പോലും കഴിയാതെ ഒതുങ്ങിയ പാകിസ്ഥാന് ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് ഭീഷണി ഉയർത്താനായില്ല. ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ പ്രാപ്തിയുള്ള ടീമാണെന്ന് തോന്നിപ്പിക്കാൻ പോലും കഴിയാതെയാണ് 6 വിക്കറ്റിന് കീഴടങ്ങിയത്. ടൂർണമെന്റിൽ ആതിഥേയ രാജ്യമായ പാകിസ്ഥാൻ തുടർച്ചയായ 2 കനത്ത തോൽവികളോടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുകയാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ശക്തി ക്ഷയിച്ചതായി ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കർ വിലയിരുത്തുന്നു. IPL ക്രിക്കറ്റ് വൈറ്റ് ബോൾ ഫോമാറ്റിൽ ഇന്ത്യക്ക് ധാരാളം പ്രതിഭകളെ സമ്മാനിച്ചതാണ് രാജ്യത്തിന്റെ കരുത്തുയർത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിലെ അവസ്ഥയിൽ ഇന്ത്യയുടെ B ടീമിനെ പോലും തോൽപ്പിക്കാൻ പാക് ദേശീയ ടീം ഏറെ പ്രയാസപ്പെടുമെന്ന് ഗവാസ്കർ പറഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫിയിലെ കനത്ത തിരിച്ചടി പാക് ക്രിക്കറ്റിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. സ്വാഭാവിക ക്രിക്കറ്റ് പ്രതിഭകളെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ നല്ല ചരിത്രമുള്ള പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ശക്തിക്ഷയത്തിൽ ഗവാസ്കർ ആശ്ചര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. പാക് ബാറ്റ്സ്മാൻമാരുടെ ലക്ഷ്യബോധമില്ലായ്മയാണ് അവർക്ക് വിനയായത്. നേരിട്ട ആദ്യ പന്ത് തന്നെ ബൗണ്ടറി നേടിയ മുഹമ്മദ് റിസ്വാൻ സമീപനത്തിൽ മാറ്റം വരുമെന്ന് ഞാൻ കരുതി. അതുവരെ എല്ലാ പന്തിലും റൺസ് നേടുകയായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ ഒന്നും മാറിയില്ല. ഇന്ത്യൻ സ്പിന്നർമാർ അവരുടെ ഓവറുകൾ വേഗത്തിൽ പൂർത്തിയാക്കി. കാര്യങ്ങളൊന്നും പാകിസ്ഥാന്റെ വഴിക്ക് പോയില്ല എന്നത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു എന്നും ഗവാസ്കർ പറഞ്ഞു. സ്പോർട്സ് ടുഡേയോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. സ്ഥിരം ഓപ്പണർ ഫക്കർ സമാന്റെ അഭാവം പാകിസ്ഥാനെ വേദനിപ്പിച്ചു. അദ്ദേഹത്തിന് പകരം ഇമാമുൽ ഹക്ക് വന്നു. 26 പന്തിൽ നിന്ന് 10 റൺസ് മാത്രം നേടി റണ്ണൌട്ടായി. സായിം അയൂബിന്റെ സേവനവും നഷ്ടമായിരുന്നു. ഫക്കറും അയൂബും അവരുടെ ഏറ്റവും സ്ഫോടനാത്മകമായ ബാറ്റ്സ്മാൻമാരാണ്. ഇവർക്ക് നല്ല പകരക്കാരെ ലഭിക്കാത്തതിൽ അത്ഭുതപ്പെട്ടുവെന്നും ഗവാസ്കർ പറഞ്ഞു. പാകിസ്ഥാന്റെ റിസർവ് ബെഞ്ചിന് ശക്തിയില്ലാത്തത് ആശ്ചര്യമാണ്. എല്ലായ്പ്പോഴും സ്വാഭാവിക പ്രതിഭകൾ അവർക്ക് ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും സാങ്കേതിക മികവ് പ്രകടിപ്പിച്ചില്ലെങ്കിലും ബാറ്റിനെയും പന്തിനെയും കുറിച്ച് അവർക്ക് സഹജമായ ധാരണയുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇൻസമാമുൽ ഹക്കിനെ നോക്കൂ. അദ്ദേഹത്തെ മാതൃകയാക്കി കാണാൻ ഒരു യുവ ബാറ്റ്സ്മാനോട് നിങ്ങൾ ശുപാർശ ചെയ്യില്ല. പക്ഷേ അദ്ദേഹത്തിന് മികച്ച ശൈലിയുണ്ടായിരുന്നു. അതിലൂടെ എല്ലാ സാങ്കേതിക പോരായ്മകളും അദ്ദേഹം നികത്തിയെന്നും ഗവാസ്കർ പറഞ്ഞു. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ഉണ്ടായിട്ടും പ്രതിഭകളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ആശ്ചര്യകരമാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യ എങ്ങനെയാണ് ഇത്രയധികം യുവതാരങ്ങളെ സൃഷ്ടിച്ചത്? അത് IPL കാരണമാണ്. ഈ താരങ്ങൾ രഞ്ജി ട്രോഫിയിലും പിന്നീട് ഇന്ത്യക്ക് വേണ്ടിയും കളിക്കുന്നു. പാക് ക്രിക്കറ്റ് വിശകലനം ചെയ്യേണ്ട കാര്യമാണിത്. മുമ്പുണ്ടായിരുന്ന ബെഞ്ച് ശക്തി ഇപ്പോൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ കണ്ടെത്തേണ്ടതുണ്ട് എന്നും ഗവാസ്കർ പറഞ്ഞു.